ഇന്ന് രാത്രി രണ്ടാമത്തെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ നടപടികൾക്ക് ഒരേ ഒരു പരമാധികാരിയേ ഉള്ളൂ. ഗ്രൂപ്പിൻ്റെ മനസ്സാക്ഷിയിൽ പ്രതിഫലിക്കുന്ന സ്നേഹനിധിയായ ദൈവം. നയിക്കുന്നവർ വിശ്വസ്ത സേവകരാണ്, ഭരണകർത്താക്കളല്ല. ഇതാണ് രണ്ടാമത്തെ പാരമ്പര്യം. ഈ സാധാരണ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ കേൾക്കാറുള്ള ഒരു തമാശ ഉണ്ട്, അനിഷേധ്യ നേതാവ്. അത് എയിൽ ഇതുവരെ അങ്ങനത്തെ ഒരു അനിഷേധ്യ നേതാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ നേതാക്കന്മാർ എയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ്. പക്ഷേ നയിക്കാൻ ആൾ വേണം. അവർ യഥാർത്ഥ സേവകരാകണം. മനുഷ്യൻ എക്കാലത്തും ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ഏകാധിപതികൾ ലോകം വാഴുന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യരാശിക്ക് മേൽ സർവനാശം വരുത്തി വെച്ച് അവർ കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നേതാക്കന്മാരില്ലാതെ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക? ഇത് ആർക്കാണേലും ഉണ്ടാകുന്നൊരു സംശയമാണ്. പക്ഷെ ഒരു കാര്യം, ഈ 84 വർഷം കഴിഞ്ഞില്ലേ, 30 ലക്ഷത്തോളം അംഗങ്ങളുണ്ട്. ഇപ്പം ഇനി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എയുടെ സ്ഥാപകരായ ബില്ലിനെയും ബോബിനെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊരു നേതാക്കന്മാരെന്ന നിലയിലല്ല ബില്ല് ബോബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവരെ പോലും നമ്മൾ ബില്ലിനെയും ബോബിനെയും അവർ അതിൻ്റെ സ്ഥാപകർ എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നു, അറിയുന്നു എന്നുള്ളതല്ല. അതുകൊണ്ട് വേറെ ഇങ്ങനെ നേതാക്കന്മാരെ കുറിച്ചൊന്നും ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ ആരംഭിച്ചവർ ഇവരാണ്, അല്ലെങ്കിൽ അവരാ തുടങ്ങിയത്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും ഇങ്ങനെ നിലനിൽക്കുന്നു. അതിനൊരു കാരണമുണ്ട്. നമുക്കൊരു സർവാധിപതിയുണ്ട്. അതാണ് ഗ്രൂപ്പിൻ്റെ മനസാക്ഷിയിൽ പ്രതിഫലിക്കുന്ന സ്നേഹനിധി. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടൊന്നുമില്ല, തെളിവുമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഏതൊരു കാര്യം നടക്കണമെങ്കിലും അതാരെങ്കിലും ചെയ്യണം. ഒരു പ്രദേശത്ത് എയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലും 1-2 പേര് മുൻകൈ എടുത്താലേ അത് നടക്കുകയുള്ളൂ. അവരെല്ലാ കാലത്തും സ്മരിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ പ്രതിമയൊന്നും പ്രതീക്ഷിക്കേണ്ട. അവരുടെ യഥാർത്ഥ സ്ഥാനം കുടിയൻ്റെ മനസ്സിലാണ്. ഞാൻ 3 വർഷം മുമ്പ് ഒരു ഗ്രൂപ്പിൽ പോയി. വീണ്ടും ഞാൻ കഴിഞ്ഞ മാസം അതേ ഗ്രൂപ്പിൽ രണ്ടാമത് പോയി. അപ്പോൾ അവിടെ എനിക്ക് ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 വർഷം മുമ്പ് ചെയർപേഴ്സണായിരുന്ന ആൾ തന്നെയാണ് ഇപ്പോഴും അവിടെ ചെയർപേഴ്സണായിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഗ്രൂപ്പ് തകർന്നു പോകുമോ എന്ന ഭയമാകാം മറ്റൊരാളെ ഗ്രൂപ്പിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് ധൈര്യം വരാത്തത്. ഒരു കുടിയൻ മറ്റൊരു കുടിയനെ അവിശ്വസിക്കുന്നതിൽ തെല്ലും അത്ഭുതപ്പെടാനില്ല. കാരണം എത്രമാത്രം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് താനെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. ആരെ എന്തിന് ഭയപ്പെടണം? ഗ്രൂപ്പ് തീരുമാനിക്കട്ടെ. പഴമക്കാരൻ നടുക്ക് കയറി നിൽക്കരുത്. തെറ്റായ തീരുമാനം നടക്കട്ടെ. തിരുത്തുക വേണ്ടോളം സമയം മുമ്പിലുണ്ടല്ലോ.